ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറേയായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഗവൺമെൻറ് സർവീസിൽ. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ 168ഓളം ഡ്രൈവർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർമാരുടെ വേക്കൻസി മാത്രമല്ല, വെറ്റിനറി സർജന്മാരുടെ വേക്കൻസി ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ ഡ്രൈവർമാരുടെ വേക്കൻസി എന്ന് എടുത്തു പറയാൻ കാരണം, ഇതിന് മുമ്പുള്ള വീഡിയോ ഇട്ടതിൻ്റെ, അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ താഴെയൊക്കെ നമ്മൾ ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ 168ഓളം വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അതായത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് മൊബൈൽ യൂണിറ്റുകൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിലേക്കായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പം ബ്ലോക്ക് തലത്തിലാണ് ഈ വേക്കൻസികളൊക്കെയും വരുന്നത്. അതുമാത്രമല്ലാതെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് വൈഡായിട്ട് വേറെയും വേക്കൻസി വരുന്നുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ 168ഓളം വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ CMDയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഞാൻ വിശദ വിവരങ്ങൾ പറയാം. അതായത് മാർച്ച് 9 തീയതിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 9 തീയതിയാണ് കേട്ടോ. അതായത് ഒരു മാസത്തോളം നമുക്ക് സമയമുണ്ട് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. പിന്നെ ഡീറ്റെയിൽസുകൾ, അതായത് ഇത് പേർലി കോൺട്രാക്റ്റ് ബേസിസിലാണ് നിയമനങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 3 കാറ്റഗറിയിലായിട്ടാണ് ഇതിൻ്റെ വേക്കൻസികൾ ഇവർ തന്നിരിക്കുന്നത്. ഓരോ കാറ്റഗറിയും ഓരോ ആപ്ലിക്കേഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3 ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിൽ 3 സെപ്പറേറ്റഡായിട്ട് തന്നെ വേണം നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് വെറ്റിനറി സർജൻ്റെയാണ്. അത് 156 വേക്കൻസികളുണ്ട്. BVSC അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറിയിലുള്ള ബിരുദവും അവരുടെ KSPC രജിസ്ട്രേഷനുമാണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. 60 വയസ്സാണ് മാക്സിമം പ്രായം പറഞ്ഞിരിക്കുന്നത്. 44,020 രൂപയാണ് സാലറി. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നതാണ് ഡ്രൈവർ കം അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിയാണ്. 156 വേക്കൻസികളുണ്ട്. ലൈസൻസ് ആണ് അതിൻ്റെ യോഗ്യത. 45 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി കേട്ടോ. 20,065 രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 156 വേക്കൻസി എന്നുള്ളത് 152 ബ്ലോക്കും 3 കോർപ്പറേഷനും സഹിതമാണ് ഈ 156 വേക്കൻസി വന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ മൊബൈൽ സർജറി യൂണിറ്റിൽ വീണ്ടും വേക്കൻസി വന്നിട്ടുണ്ട്. അവിടെ വെറ്റിനറി സർജൻ്റെ 12 വേക്കൻസിയും ഡ്രൈവറുടെ 12 വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. മൊത്തം വെറ്റിനറി സർജൻ്റെ മാത്രം 24 ഉണ്ട്. 12, 12, 24. ഡ്രൈവറുടെ 12. അതിനും ഈ 20,065 രൂപ തന്നെയാണ് ഡ്രൈവറുടെ സാലറി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാറ്റഗറി 3-ൽ വെറ്ററിനറി സർജൻ്റെ 3 വേക്കൻസിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആപ്ലിക്കേഷൻ അയച്ചിട്ട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ നിന്നാണ് എടുക്കുന്നത്. റിസർവേഷൻ അവർ നോക്കുമെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിനകത്തിൽ നമ്മൾ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതായത് പകർപ്പുകൾ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്നല്ല ഉദ്ദേശിച്ചത്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി ടെസ്റ്റോ ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ വായിക്കണം. പിന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കുറേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒരു 10, 11, 12, 13 കണ്ടോ, ഇത് ഒരുപാടുണ്ട്. ഒരു 19 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വേണം ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ആപ്ലിക്കേഷൻ ഫീസുണ്ട് 2,000 രൂപയാണ്. അത് മാത്രവുമല്ല, അവർ നമ്മളെ ഫോൺ നമ്പർ, ഇമെയിൽ മുഖേനയാണ് നമ്മളെ ടെസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. നിങ്ങൾ ഇൻ കേസ് ഫോൺ നമ്പർ മാറുകയോ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളിത് അറിഞ്ഞിട്ടില്ല എങ്കിൽ CMDക്ക് ഇതിൻ്റെ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പർ മാറുവാണെങ്കിൽ നിങ്ങളത് സൈറ്റിൽ കയറിയിട്ട് ചേഞ്ചൊക്കെ വരുത്തേണ്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്